കുറച്ച് നാൾ മുമ്പൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു. ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാം. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം എന്ന് പലപ്പോഴും പറയാറില്ലേ. ഈ സോഷ്യൽ മീഡിയയിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന പലരുടെയും ജീവിതം എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ റിയൽ ലൈഫിൽ അവരുടെ ജീവിതം കോഞ്ഞാട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗ് ചെയ്യുന്ന ഒരുവിധ ആളുകളെല്ലാം അഭിനയിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഞാൻ ഇപ്പൊ ഇത് പറയാനുള്ള കാരണം നമ്മുടെ അഭി വ്ളോഗ് പലർക്കും അറിയുമായിരിക്കും. ഒരു കാലത്ത് യൂട്യൂബിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. നമ്മളെ പോലെ തന്നെ ഏകദേശം 4 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് പുള്ളിക്കാരനുണ്ട്. തുടക്കത്തിലേക്ക് ഈ മല്ലു ട്രാവലറിനെ പോലെ സുജിത് ഭക്തനെ പോലെയൊക്കെ ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ആയിരുന്നു പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ട്രാവൽ വ്ളോഗ് ഒക്കെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവന് കല്യാണം കഴിക്കുന്നത് 4 വർഷം മുന്നേ. സ്വാതി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങളോട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രാവൽ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നവന്റെ ചാനലിന്റെ രീതികളൊക്കെ മാറി മെല്ലെ ഫാമിലി വ്ളോഗിലേക്ക് പോകാൻ തുടങ്ങി. ഓരോ സ്ഥലങ്ങളും സന്ദർശിച്ച് അവിടുത്തെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നവന്റെ ചാനലിൽ ഭാര്യയ്ക്ക് സർപ്രൈസ് കൊടുത്ത് അവളുമായി കറങ്ങാൻ പോകുന്നു, ഇങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ആവാൻ തുടങ്ങി. പിന്നെ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നതിനേക്കാളും എത്ര എളുപ്പമാണല്ലോ ഫാമിലി വ്ളോഗ് ചെയ്യാൻ. ട്രാവൽ വ്ളോഗ് ചെയ്യണമെങ്കിൽ നല്ല മെനക്കേടാണ്, പക്ഷെ ഫാമിലി വ്ളോഗിന് അത്ര മെനക്കേടില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ലാഭം ഫാമിലി വ്ളോഗ് തന്നെയാണ് അല്ലേ. എന്തായാലും ഇവൻ അങ്ങനെ 3 വർഷത്തോളം ഫാമിലി വ്ളോഗ് റൺ ചെയ്ത് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് 1 വർഷം മുന്നേ ഇവരെങ്ങോട്ട് ഒരു ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം പിന്നെ 1 വർഷത്തോളം ആരും ഇവനും എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ല. ഇവൻ എന്ത് പറ്റിയെന്ന് ആർക്കും അറിയത്തില്ല. പലരും ഇവന്റെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങി, എന്ത് പറ്റി ബ്രോ, വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നുള്ള തരത്തിൽ. അതിനൊന്നും ഇവന് പ്രോപ്പർ മറുപടി നൽകിയിട്ടില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് 3 മാസം മുന്നേ ഋഷി വ്ളോഗ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഏത് UAE മലയാളിയുടെ ഒരു ചാനലാണ്. നമ്മൾ എന്തായാലും ആ ചാനൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ. ഇല്ല മോനെ 3 ദിവസം മുന്നല്ലേ വന്നത്. 3 ദിവസം മുമ്പാണ് വന്നത്. അപ്പൊ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരുപാട് മിസ് ചെയ്യും. കാരണം 3 ദിവസം ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നുള്ളത്. എന്താന്ന് ഒരു കാരണം പിടുത്തം കിട്ടില്ല. എന്തുകൊണ്ടാ പോണം എന്നൊരു പിടുത്തല്ലേ? അതില്ല, ഒരു പിടുത്തമില്ല. എന്തായാലും ഞാൻ വളരെ സന്തോഷത്തോടാണ്. ഭയങ്കര ഹാപ്പി അല്ലേ? ബാഗ് എടുത്തത് അപ്പൊ കൂടെ ഉണ്ട്. ബാഗ് എടുത്തോ? വിടൂല പൊയ്ക്ക് നടന്നോ ബാഗ് എടുത്ത് നടന്നോ. ആകെയുള്ള ഒരു ഓർമ്മ അതാണ് അഭിലാഷ് ഭായിയുടെ കൂടെ. ഇവൻ ഒരു വർഷങ്ങൾ അല്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കാമെന്നുള്ള രീതിയിലാണ് വന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലഗേജും കാര്യങ്ങളും. എയർ ഏജൻസിയിൽ ഇനി തുടരാൻ പറഞ്ഞ നമ്മളൊരു വീഡിയോ ഉണ്ട് അല്ലേ? അതാണ്. അപ്പൊ ഇനി അതെന്തായാലും പറ്റത്തില്ല. പറ്റൂലേ? പറ്റൂല. ഓക്കെ, എനിക്ക് ഇനി പറ്റുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എനിക്കിവിടെ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളുണ്ടാവും. ഞാൻ ഏറ്റവും കൂടുതൽ അഭിഷേകോട് കമ്പനി ചെയ്ത ഋഷുക്കായിട്ടാണ്. കാരണം ഞങ്ങൾ എപ്പോഴും പലതുകൊണ്ട്, അതായത് ഈ ഒരു കുറച്ച് നാളായിട്ട് വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഋഷുക്കായിട്ടാണ്. ഒരുപാട് വിഷമമുണ്ട്. ചേട്ടനെ പോലെയാണ് സത്യം. ഒരുപാട് വിഷമമുണ്ട്. എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയത്തില്ല, പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പൊ എനിക്ക് ചേട്ടനെ പോലാണ്. നമുക്ക് ഇനി വീണ്ടും കാണും. കാണും ഭൂമി യുദ്ധാണെങ്കിൽ നമ്മൾ കാണും. എന്റെ ഇടവ് പറയാൻ നിൽക്കുന്നത് 2 ചങ്കുകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്മാർ എന്റെ പൊന്നു പോലാണ് ഇത്ര ദിവസങ്ങൾ നോക്കിയത്. ഞാൻ 4 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 4 ദിവസം എന്റെ പൊന്നു പോലാണ് നോക്കിയത്. എന്റെ നോക്കുന്ന ആളുകളൊന്നും ആരും നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഇവരെന്റെ പൊന്നു പോലാണ് നോക്കിയത്. അത് എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് കാണാൻ വരുന്നത് ഇവർ 2 നമ്മൾ ഋഷിയുടെ ചാൻസ് റീൽസില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ കയറിയത്. അത് ഒരു ബിഗിനിങ് ഒക്കെ തുടക്കം ഒക്കെ ആയിട്ടാണ് വന്നത്, പക്ഷേ എല്ലാം വളർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും തളരത്തില്ല. എനിക്കും വരും. ഇവരെ 2 അതാണ് 2 വിളിച്ചാൽ മതി നമ്മളെത്തോടെ. ഓക്കെ, ഞാനിപ്പോൾ പോവുകയാണ്. 3-4 ദിവസത്തേക്ക് ഞാനിവിടെ ലൈഫ് ലോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി വന്നത്. പക്ഷേ സാഹചര്യം ഞാൻ പോകാൻ വളരെ വിഷമമുണ്ട് ഇവരെ തിരിയുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, നോക്കുന്നവരാണ് എല്ലാ സമയത്തും ഒരുപാട് നന്ദി 2 പേരും. നന്ദിയൊന്നും വേണ്ട, നന്ദി കാണാം, വീണ്ടും കാണാം. ഓക്കെ, അതാണ് 1 കൊല്ലത്തോളം യൂട്യൂബിലൊന്നും കാണാതിരുന്ന അവിയെ പിന്നെ കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ് അല്ലെ. എന്തായാലും ഇവിടെ അവി പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. 1, ജീവിതകാലം മുഴുവനും ഗൾഫിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്, പക്ഷെ ഞാൻ തിരിച്ചു പോകാണെന്ന് പറഞ്ഞ കാര്യം. 2, എന്നെ പൊന്നുപോലെ നോക്കിയത് ഈ ചേട്ടന്മാരാണ്, നോക്കേണ്ടവർ എന്നെ നോക്കിയിട്ടില്ല എന്ന്. അവിയുടെ ഈ 2 ഡയലോഗിൽ നിന്ന് തന്നെ
എന്തുകൊണ്ട് അവ ഇത്രയും കാലം വീഡിയോസ് ചെയ്തിരുന്നില്ല എന്നതിന് ഉത്തരം നമുക്ക് കിട്ടും. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് കാര്യം പിടി കിട്ടി കിട്ടും. പലരും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ 1-2 കമന്റുകൾ വായിച്ചു തരാം. അവരുടെ ചാനൽ നല്ല രീതിയിൽ പോകുന്ന ടൈമായിരുന്നു. ഒരു പെണ്ണ് വന്നത് അതിനുശേഷം അവന്റെ കഷ്ടകാലം തുടങ്ങി. അവൾക്ക് നല്ല ടൈമിൽ ചെക്കൻ എല്ലാം ചെയ്തു കൊടുത്തു. അവന്റെ മോശം സമയത്ത് അവൻ ഇട്ടേച്ച് പോയി. സാരമില്ല മോനെ, നിന്റെ നല്ല നാൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കമന്റുകളാണ് കമന്റ് ബോക്സ് മുഴുവനും. എന്തായാലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവയുടെ ഭാര്യയ്ക്ക് ഒരു ചാനലുണ്ട്, സ്വാതീസ് വ്ലോഗ് എന്നുള്ളതാണ് അതിന്റെ പേര്. അവയും സ്വാതിയും ഒരുമിച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ കാലം തൊട്ടേ തുടങ്ങിയ ഒരു ചാനലാണത്. അതിൽ ആദ്യമൊക്കെ സ്കിൻ കെയർ റൂട്ടീൻസ് ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ആ സമയത്ത് ആ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വാതിന്റെ ചാനൽ. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. 2 മാസം മുന്നേ ദുബായിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു എന്താ പറയുക ഇലക്ട്രോണിക്സ്, അതായത് മൊബൈൽ ഫോൺ, ആക്സറീസ്, ലാപ്ടോപ്പ്, അങ്ങനെ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ചെറിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും എല്ലാത്തിലും വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തു. ഞാൻ മാത്രമല്ല, നമ്മൾ പാർട്ട്നേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്. ഇനി അങ്ങോട്ട് 1-2 വീഡിയോസിലൊക്കെ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. എന്താണെങ്കിലും 2 മാസം മുന്നേ ആ ഒരു വീഡിയോ ഇട്ട് നിങ്ങളൊക്കെ തന്നെ ആ ഒരു സപ്പോർട്ട് കൊണ്ടിട്ട് നമ്മളിപ്പോ ഒരു ഷോപ്പ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു അന്നത്തെ ആ ഒരു ബിസിനസിന്റെ പേരിൽ തന്നെ, അതായത് സ്പെയറോ എന്ന പേരിൽ തന്നെ നമ്മളിവിടെ അബുദാബിയിൽ ഒരു ഷോപ്പ് എടുക്കുകയാണ്. ഷോപ്പ് എടുത്തു, അതിന്റെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനാഗുറേഷൻ അടുത്ത് തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ ഉണ്ടാവും. അതിന്റെ ഡേറ്റ് ഇപ്പൊ കൺഫേം അല്ല, പണി കുറച്ചുകൂടെ കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോൾ അതൊക്കെ ഡേറ്റ് കൺഫേം ആയതിനു ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണല്ലേ, നല്ല കാര്യം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ, സാധാരണ ഇങ്ങനെ ഒരു സംരംഭം, ഒരു ബിസിനസ് തുടങ്ങുന്നൊക്കെ ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞ സമയത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടാനാണ് പതിവ് അല്ലേ. പക്ഷെ സ്വാധീന കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുള്ളും തെറിവിളിയായിരുന്നു. ഞാൻ വേണമെങ്കിൽ 1-2 കമന്റുകൾ വായിച്ചു തരാം. യു ആർ നത്തിങ് വിത്തൗട്ട് അവി. ഷോ സം ഗ്രാറ്റിറ്റ്യൂഡ് ടു അവി. ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിം യു ആർ ഹിയർ ടുഡേ. എൻജോയിങ് യുവർ ലൈഫ്. ഹോപ്പ് കർമ്മ വോണ്ട് ഹിറ്റ് യു ഹാർഡ്. ഇങ്ങനത്തെ കമന്റുകളാണ് കമന്റ് ബോക്സ് മുഴുവനും. എന്തായാലും സ്വാതി നല്ല രീതിയിൽ തന്നെ ഏറി കയറുന്നു പറഞ്ഞാൽ മതിയല്ലോ. എന്നിരുന്നാലും ഇത്ര കേരളായ സ്ഥിതിക്ക് ഞാൻ സ്വാതിന്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയ സമയത്ത് 1 വർഷം മുന്നേ സ്വാതി അവസാനമായി അവന്റെ കൂടെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ ക്യാപ്ഷനാണ് കോമഡി. ഞാനതൊന്ന് വായിച്ചുതരാം. അവ എവിടെ, ഞങ്ങൾ പിരിഞ്ഞു, ഡേ ഇൻ അവർ ലൈഫ്. ഇതാണ് ക്യാപ്ഷൻ. ഇനി ഇവർ ഈ വീഡിയോയിൽ എന്താണ് പറയണമെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് അവി എവിടെ, അവി മരിച്ചോന്നൊക്കെ എഴുതി ചോദിക്കുന്നു. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയോ? ആളുകൾ കഥയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഒന്ന് അവി ഞാനും ഡിവോഴ്സ് ആയി, അതൊന്ന്. പിന്നെ ഒന്ന് അവി ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ഗൾഫിൽ പോയി. പിന്നെ അവി ആണെങ്കിൽ പെയിന്റ് പണിക്ക് പോയി. പണ്ടത്തെ പോലെ മറ്റേ ഹാർബറിൽ പോയി ജോലിക്ക്. പിന്നെന്താ പറയുന്നത്, പിന്നെ വേറെ കല്യാണം കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഭയങ്കര പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്, ഞങ്ങൾ പിരിഞ്ഞതൊക്കെ വിചാരിച്ചിട്ട്. സത്യം. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഈ ഒരു കാര്യമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇതുവരെ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരവുകളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ കൂടെ മറുപടി പറയാൻ നമുക്ക് അവിയെ കൂടി ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, വാ, കമോൺ. നിങ്ങൾ എല്ലാരും ചോദിച്ച ആളെ നേടാൻ ഞാൻ മുന്നേ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ നീയൊക്കെ പറഞ്ഞോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ക്യാമറയൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ട് കുറെ നാളായി. ഏകദേശം നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് തന്നെ ഇപ്പൊ 3 മാസത്തിന് മേളിലായി. അതുകൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ട്. എന്താ റീസൺ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ചാനലിൽ തന്നെ നമ്മൾ പറയുന്നതായിരിക്കും അല്ലെ. കാരണം അത് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹം. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങളും കുറെ കാര്യങ്ങളും ഒക്കെ വരാനിരിക്കുകയാണ്. പ്രശ്നങ്ങളല്ല, കുറച്ച് കാര്യങ്ങൾ വരാനിരിക്കും. അതെ, ആ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളതാണ്. എന്തായാലും അവി പറഞ്ഞത് അറം പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ വീഡിയോക്ക് ശേഷം പിന്നെ ഒരിക്കലും സ്വാതിയും അവിയും ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടില്ല. എന്തായാലും അവസാനമായി ചെയ്യാൻ പറ്റിയ വീഡിയോ തന്നെ കേട്ടോ. എന്തായാലും ഇതിനെല്ലാം ശേഷം അവി ഒരു ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തന്റെ ചാനലിൽ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ. ഞാൻ അതിന്റെ ക്യാപ്ഷൻ ഒന്ന് വായിച്ചു തരാം. മോറൽ ഓഫ് ദി സ്റ്റോറി, ബ്രേക്കപ്പ് ആയോ അവി. ഇതാണ് ആ വീഡിയോ. ഇപ്പൊ ട്രെൻഡിങ് 3 കിടക്കുന്ന വീഡിയോ ആണ്. എന്തായാലും ഈ വീഡിയോയിൽ അവി പറയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് ഒന്ന് കണ്ട് തിരിച്ചു വരാം. ഹായ്, നിങ്ങളൊക്കെ ഇത് എവിടാ? എത്ര നാളായി കണ്ടിട്ട്? നമ്മളൊന്നും ഒരു മൈൻഡ് പോലും ഇല്ല. ചുമ്മാ പറഞ്ഞാണ്. ഞാൻ ഏകദേശം 1 വർഷത്തിനോട് അടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറേ പ്രശ്നങ്ങൾ എന്താ പറയുക, 2024 ഏറ്റവും മോശം ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എല്ലാം പറയാം, സമയമാട്ടെ. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. നല്ലൊരു സന്തോഷം തോന്നുന്നു കേട്ടോ മനസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു അമ്പലത്തിലോട്ട് വരണമെന്ന്. ഞാൻ കുറച്ച് നാൾ മുമ്പൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചിരിയൊക്കെ ഞാൻ മറന്നുപോയായിരുന്നു. ഞാൻ ചിരിക്കാറേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന അതിനപ്പുറം സിറ്റുവേഷനിൽ കൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. എന്താ എനിക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം.
ഓക്കെ, അതാണ് ജീവിതത്തിലെ വളരെ മോശം അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇവിടെ അവ പറഞ്ഞു വെച്ചത് അല്ലേ. അവയെ ഇത്ര ഡിപ്രഷനിലേക്ക് എത്തിച്ച കാരണങ്ങൾ എന്താണ് ഏതാണെന്നൊന്നും ഞാൻ ഇനി പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി കാണും. എന്തായാലും അവ കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ റിവീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കത് കാത്തിരുന്ന് കാണാം ഏതായിരിക്കും എന്നുള്ളത്. പിന്നെ ഞാനിപ്പോ ആരെയും സപ്പോർട്ട് ചെയ്യാനോ എതിർക്കാനോ പോകുന്നില്ല. കാരണം രണ്ടുപേരും വേർഷൻസ് കേൾക്കാതെ ഒരു നിലപാടെടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്തായാലും ഇവിടെ അവയോട് ഒന്നേ പറയാനുള്ളൂ. ഇപ്പൊ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനി അത് ആലോചിച്ച് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി മുന്നോട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്നും കൂടി ഒന്ന് ചിന്തിക്കാം. ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും എല്ലാം റിക്കവറായി പഴയ പോലെ വീഡിയോസ് ചെയ്യാൻ അവയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.